ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൾഡ് കോയിൻസ് വേൾഡ് 2.0യിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഈ വീഡിയോയുമായി വന്നിരിക്കുന്നത് എനിക്ക് എൻ്റെ കോയിൻസ് കളക്ഷനിലേക്ക് കുറച്ച് കോയിൻസ് കിട്ടിയിട്ടുണ്ട് പുതുതായി. ആ കോയിൻസ് ഏതൊക്കെയാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ ഈ വീഡിയോ. ആദ്യമേ കാണിക്കുന്നത് കാനഡയുടെ കോയിനാണ്. ആ കാനഡയുടെ കോയിനിൽ തന്നെ ക്യൂൻ എലിസബത്തിൻ്റെ ഫോട്ടോയും കൊടുത്തിട്ടുണ്ട്. ഈ 5 കോയിനും UAEയുടെ കോയിൻസാണ്. ഇതെൻ്റെ അടുത്ത് നേരത്തെ ഉണ്ടായിരുന്ന കോയിൻസ്. ഇന്ന് എനിക്ക് കിട്ടിയ കോയിനാണ് ഈ 4 എണ്ണവും. ഇതാണ് ഏറ്റവും പഴക്കമുള്ള. ഇത് ബ്രോൺസ് കൊണ്ടാണ് ഈ കോയിൻ. UAEയുടെ തന്നെയാണ്. ഇത് ശ്രീലങ്കയുടെ കോയിനാണ്. ഏറ്റവും താഴെ ഇരിക്കുന്ന ആ 3 ഒരേപോലത്തെ കോയിനും എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത്. ബാക്കി ഇന്ന് കിട്ടിയതാണ് ഈ 5 എണ്ണം. ഈ 5 എണ്ണത്തിൽ ഇത് കോപ്പറാണ്. ഇത് കൊളംബോ പ്ലാൻ എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ഇത് രണ്ടും ബഹ്റൈൻ്റെ കോയിനാണ്. ഇത് രണ്ടും എനിക്ക് ഇന്നാണ് കിട്ടിയത്. ഈ 2 ബഹ്റൈൻ്റെ കോയിനും. ഈ ഖത്തറിൻ്റെ കോയിൻ മുൻപ് ഒരു പ്രാവശ്യം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ കോയിൻ എനിക്ക് ഇന്നാണ് കിട്ടിയത്. മൊത്തം 2 ഖത്തറിൻ്റെ കോയിനും എൻ്റെ അടുത്തുണ്ട്. ഇത് രണ്ടും ഖത്തറിൻ്റെ കോയിനാണ്. ഈ 4 എണ്ണം സൗദി അറേബ്യയുടെ കോയിൻസാണ്. എൻ്റെ അടുത്ത് നേരത്തെ ഉണ്ടായിരുന്നതാണ്, എങ്കിലും ഈ വീഡിയോയിൽ ആഡ് ചെയ്തതാണ് വെറുതെ. ഇത് ഒമാൻ്റെ കോയിനാണ്. സൗദി അറേബ്യയുടെയും ഒമാൻ്റെയും കോയിൻ കാണാൻ ഒരേപോലെയാണ് ഏകദേശം. അതുകൊണ്ട് രണ്ടും മാറിപ്പോവാതിരിക്കാനാണ് സൗദി അറേബ്യ കോയിനും കൂടെ ഈ വീഡിയോയിൽ കാണിച്ചത്. ഈ 4 കോയിനും എനിക്ക് ഇന്ന് കിട്ടിയതേ ഉള്ളൂ. ഈ 4 എണ്ണവും മലേഷ്യയുടെ കോയിനാണ്. ഈ 4 എണ്ണവും മലേഷ്യയുടെ കോയിനാണ്. ഈ കോയിനുകളെ കുറിച്ച് നമ്മൾ മലയാളികൾക്ക് പ്രത്യേകിച്ചൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുകാർക്ക്. ഈ കോയിൻ കേരളത്തിൻ്റെ അടയാളമാണ്. തിരുവിതാംകൂർ രാജവംശത്തിലെ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കോയിനുകളാണിത്. ഈ കോയിൻ മാൾവിയുടെ കോയിനാണ്. എനിക്ക് ഒരെണ്ണം മാത്രമേ ഇത് കിട്ടിയുള്ളൂ. ഈ 3 കോയിനുകളും ഒരുമിച്ചിടാനൊരു കാരണമുണ്ട്. ഇത് 2 നെതർലാൻഡ്സിൻ്റെ കോയിനും ഇത് ജർമ്മനിയുടെ കോയിനുമാണ്. പക്ഷേ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ സപ്പോർട്ട് കിട്ടിയ കോയിനുകളുടെ വീഡിയോയിൽ ഈ 3 കോയിനുകളാണ് ഏറ്റവും മുന്നിൽ. അതിനാദ്യമേ നിങ്ങളുടെ എല്ലാവരുടെ അടുത്തും ഞാൻ ഒരു ബിഗ് താങ്ക്സ് പറയുന്നു. ഈ വീഡിയോയിൽ കാണുന്ന ഈ കോയിൻ എനിക്ക് ഇന്ന് കിട്ടിയതാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഗൂഗിളിലോ വിക്കിപീഡിയയിലോ ഒന്നും കാണാൻ സാധിച്ചില്ല. ഈ കോയിനെ കുറിച്ച് അറിയാമെന്നുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് ഇന്തോനേഷ്യയുടെ കോയിനാണ്. ഇത് മാൽഡീവ്സിൻ്റെ കോയിനാണ്. ഈ 2 കോയിനും റിപ്പബ്ലിക് ഓഫ് മാൽഡീവ്സ് എന്ന് എഴുതിയിട്ടുമുണ്ട്. ഈ കോയിനുകളെ കുറിച്ച് ഞാൻ പറയുന്നതിനെക്കാട്ടിലും വീട്ടിലെ മുതിർന്നവരോട് ഈ കോയിനുകളെ കുറിച്ച് അന്വേഷിച്ച് നോക്കൂ. അപ്പോൾ അവർ ഇത് എത്രയോ കടകൾ എത്രയോ തവണ കൊടുത്ത് മിഠായികൾ വാങ്ങി കഴിച്ചതിൻ്റെ കഥകൾ പറഞ്ഞു തരും. ഈ 2 കോയിനും യൂറോപ്പിൽ യൂസ് ചെയ്യുന്ന യൂറോയാണ്. ഈ കോയിനുകൾ മുൻപൊരു പ്രാവശ്യം ഞാൻ എൻ്റെ ചാനലിലെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും 1 യൂറോയാണ്. കോയിനുകൾ മഹാത്മാഗാന്ധിജിക്ക് വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയ കോയിനാണ്. ഈ കോയിനുകൾ മഹാത്മാഗാന്ധിജിക്ക് വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയ കോയിനുകളാണ്. ഇത് 1 റുപ്പി, ഇത് 50 പൈസ, ഇത് 20 പൈസ.
ഈ കോയിനുകൾ ജവഹർലാൽ നെഹ്റുവിന് വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയ കോയിനുകളാണ്. ഇത് 50 പൈസ, ഇത് 50 പൈസ, ഇത് 50 പൈസ, ഇത് 1 റുപ്പി. ഈ കോയിനുകളും ജവഹർലാൽ നെഹ്റുവിൻ്റെ തന്നെതാണ്. പക്ഷേ നേരത്തെ കാണിച്ച ഈ കോയിനിൽ ജവഹർലാൽ നെഹ്റു തൊപ്പി വെച്ചിട്ടില്ല. പക്ഷേ ഈ കോയിനിൽ തൊപ്പി വെച്ചിട്ടുണ്ട്. ഈ കോയിൻ 1 റുപ്പിയാണ്. ഈ കോയിനുകൾ ഇന്ദിരാഗാന്ധിക്ക് വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയ കോയിനുകളാണ്. ഇത് 5 റുപ്പി കോയിൻ, ഇത് 50 പൈസ. ബാക്കിയെല്ലാം ഇതേപോലത്തെ കോയിനുകളാണ്. ഈ 2 കോയിനുകളും ക്വീൻ എലിസബത്തിൻ്റെ കോയിനുകളാണ്. ഇത് 1 ഫ്രാങ്ക്, ഫ്രാൻസിൽ യൂസ് ചെയ്തിരുന്ന കോയിനാണ്. 1916 പീരീഡുകളിൽ ഫ്രാൻസിൽ യൂസ് ചെയ്തിരുന്ന കോയിൻ. ഈ വീഡിയോ ഞാൻ അവസാനം വരെ നിങ്ങൾ കാണണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഈ കോയിനുകളാണ്. ഈ കോയിനുകൾ ജോർജ് വൈറ്റ് കിങ് എംപയറിൻ്റെ കോയിനുകളാണ്. 1947 കാലഘട്ടത്തിലുള്ളത്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. മാക്സിമം നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും വേണം. ഞാൻ ഇന്നിട്ട ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കണേ.